Okay. Next topic in the chapter the metabolism. You may be heard of the term metabolism. The overall chemical reaction takes place in a cell is called metabolism. Okay. There are different types of metabolic reactions. Removal of carbon dioxide from the amino acid to form the amine, removal of amino group in a nucleotide bases, hydrolysis of the glycosidic bonds. Angane different types of chemical reactions cells നടക്കുന്നുണ്ട്. Cell itself is otherwise called a chemical factory എന്നാണ് പറയുന്നത്. അങ്ങനെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ് നമ്മൾ സാധാരണത്തിൽ മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസത്തിൽ ഉൾപ്പെടുന്ന കെമിക്കൽ കോമ്പൗണ്ടുകളെ വി കോൾ ഇറ്റ് ആസ് മെറ്റബോളൈറ്റ് എന്നാണ് പറയുക. ദ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻ ഇസ് കോൾഡ് മെറ്റബോളൈറ്റ്. ഫ്ലോ ഓഫ് മെറ്റബോളൈറ്റ്സ് ഇൻ എ മെറ്റബോളിക് പാത്വേ ഹാസ് എ ഡെഫിനിറ്റ് റേറ്റ് ആൻഡ് ഡയറക്ഷൻസ് ലൈക്ക് ഓട്ടോമൊബൈൽ ട്രാഫിക്. ദിസ് മെറ്റബോളൈറ്റ്സ് ഫ്ലോ ഈസ് കോൾഡ് ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ദ ബോഡി കോൺസ്റ്റുവൻറ്റ്. ഇപ്പോൾ രാസപ്രവർത്തനത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റുകളാണ് മെറ്റബോളൈറ്റ്. ഈ മെറ്റബോളൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെൽസിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനാണ് പാത്വേ ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ബോഡി കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, ഈ മെറ്റബോളൈറ്റ് രണ്ട് തരത്തിലുണ്ട്. വൺ ഈസ് കോൾഡ് പ്രൈമറി മെറ്റബോളൈറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത് ദേ ഹാവ് identifiable functions in the physiological process and necessary for life. For example, amino acid, sugar, nucleic acid, lipids, vitamins. ഇത് നമുക്ക് എല്ലാ ഓർഗാനിസത്തിലും ഇവയെ കാണാൻ വേണ്ടി പറ്റും. They are seen in all the organisms generally. That is what is called primary metabolite. Secondary metabolite എന്ന് പറഞ്ഞാൽ പ്രൈമറി മെറ്റബോളൈറ്റിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന കോമ്പൗണ്ടുകളാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. They are not seen in all the organisms. They are seen in certain specific organisms only. They are not directly involved in the normal growth, development or productions found in plants and fungus and microbial cells. For example, alkaloid, pigments, terpenoid, essential oils, toxins, lectins, drugs. ഇതൊക്കെയാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. ഇത് നമുക്കിവിടെ കാണാം. സെക്കൻഡറി മെറ്റബോളൈറ്റുകൾ എല്ലാ ജീവജാലങ്ങളും കാണുന്നില്ല, സ്പെസിഫിക് ആയിട്ട് കാണും. ഫോർ എക്സാമ്പിൾ സെക്കൻഡറി മെറ്റബോളൈറ്റ് എക്സാമ്പിളാണ് പിഗ്മെൻറ്റ്സ്. പ്ലാന്റ്സിൽ അനിമൽസിൽ കാണുന്ന പിഗ്മെൻറ്റ്സ്. ഈ പിഗ്മെൻറ്റ്സിന് എക്സാമ്പിൾ എന്താ? കരോട്ടിനോയിഡ്, ആന്തോസയാനിൻ പഠിച്ചിട്ടുണ്ടാവും. ആൽക്കലോയിഡ് അതൊരു വിഭാഗം സെക്കൻഡറി മെറ്റബോളൈറ്റ്. എക്സാമ്പിൾ എന്താണ്? മോർഫിൻ, കൊഡെയിൻ എന്നൊക്കെ പറയുന്ന മയക്കുമരുന്നുകളെ പോലുള്ള സാധനം. ടെർപ്പിനോയിഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മെറ്റബോളൈറ്റ്സ് ആണ് പ്ലാന്റ്സിലും മറ്റും കാണുന്നത്. മോണോടെർപ്പിൻസ്, ഡൈടെർപ്പിൻസ് എക്സെട്ര. എസെൻഷ്യൽ ഓയിൽസ്, ലെമൺ ഗ്രാസ് ഓയിൽസ്. ടോക്സിൻസ് കാണാം ചിലപ്പോൾ പ്ലാന്റ്സിൽ. അതൊക്കെ പ്രൈമറി മെറ്റബോളൈറ്റിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഉദാഹരണത്തിന് ആബ്രിൻ, റിസിൻ എക്സെട്ര. ലെക്റ്റിൻസ്, കോൺകനവാലിൻ എ എന്ന് പറയുന്ന സാധനം. ഡ്രഗ്സ്, വിൻബ്ലാസ്റ്റിൻസ്, കുർക്കുമിൻ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ. പോളിമറിക് സബ്സ്റ്റൻസസ്, റബ്ബർ, ഗംസ്, സെല്ലോസ് ഒക്കെ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റുകൾക്ക് എക്സാമ്പിൾ. അപ്പോൾ ഇത് പഠിക്കണം. പലപ്പോഴും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കുറേ പ്രൈമറി മെറ്റബോളൈറ്റും സെക്കൻഡറി മെറ്റബോളൈറ്റും ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. എന്നിട്ട് നിങ്ങളോട് പറയും ഇതിൽ ഏതാണ് പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ അതിന് നിങ്ങൾക്ക് പ്രൈമറി മെറ്റബോളൈറ്റിൻ്റെയും സെക്കൻഡറി മെറ്റബോളൈറ്റിൻ്റെയും എക്സാമ്പിൾസ് വൃത്തിയായിട്ട് അറിയണം. ഓക്കെ, ഇതൊക്കെയാണ് സെക്കൻഡറി മെറ്റബോളൈറ്റുകളുടെ ഡിഫറെൻറ്റ് പിക്ചേഴ്സാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് അത്ര പ്രശ്നമില്ല. മെറ്റബോളിക്സം രണ്ട് തരത്തിലുണ്ട്. ആനബോളിക് പാത്വേ ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്. ആനബോളിക് എന്ന് പറഞ്ഞതിനർത്ഥം സിമ്പിൾ കോമ്പൗണ്ട് ഫോംസ് ഫ്യൂസ് ചെയ്തിട്ട് കോംപ്ലക്സ് കോമ്പൗണ്ട് ആവുക. കാറ്റബോളിക് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് കോമ്പൗണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സിമ്പിൾ കോമ്പൗണ്ടുകൾ ഉണ്ടാവുക. ഓക്കെ, സോ ഇതൊക്കെ ചേരുന്നതാണ് ഒരു ലിവിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the living state is a non-equilibrium steady state to be able to perform work. ലിവിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. എന്താണ്? ഇറ്റ് ഈസ് എ നോൺ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ് ടു ബി ഏബിൾ ടു പെർഫോം വർക്ക്. എപ്പോഴും നമ്മുടെ ബോഡിയിൽ രാസപ്രവർത്തനം നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കെമിക്കൽ കോമ്പൗണ്ട് എന്തിനാണ് പിന്നെ കെമിക്കൽ റിയാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്നത്? ടു അറ്റൈൻ ഇക്വിലിബ്രിയം. വെൻ ദേ അറ്റൈൻ ഇക്വിലിബ്രിയം ദ കെമിക്കൽ റിയാക്ഷൻ സ്റ്റോപ്സ്. But in the body what happens is that the chemical compounds never attains equilibrium. അതിങ്ങനെ ഒരു അൺഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ പോയിക്കൊണ്ടേയിരിക്കും. ഈ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് അൺഇക്വിലിബ്രിയം, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലിവിങ് എന്നാണ് അർത്ഥം. വെൻ ദേ അറ്റൈൻസ് എൻ ഇക്വിലിബ്രിയം ദ ഡെത്ത് ഒക്കേഴ്സ് എന്ന് വേണം പറയാം. സോ നോ ലിവിങ് സ്റ്റേറ്റ് വിത്തൗട്ട് മെറ്റബോളിസം. മെറ്റബോളിസം നടക്കുന്നതുകൊണ്ടാണ്, രാസപ്രവർത്തനം നടക്കുന്നതുകൊണ്ടാണ് ഈ അൺഇക്വിലിബ്രിയം സ്റ്റേറ്റ് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, next comes the enzymes. Another most important portion. നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു. Enzymes are proteins. Not only they are proteins but they are tertiary state of proteins. Enzymesന്റെ functions എന്തൊക്കെയാണ്? Enzymes are the biological catalysts which influence the speed of the biochemical reaction. ബയോകെമിക്കൽ റിയാക്ഷൻസിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാവുന്ന കാറ്റലിസ്റ്റുകളാണ് എൻസൈമുകൾ.
All the enzymes are protein, but all the proteins are not enzyme. Enzymes are specific, that is, each enzyme has its own substrate. എൻസൈമുകൾ എന്താ ചെയ്യുന്നത്? രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവ എന്താ വിളിക്കുക നമ്മൾ സബ്സ്ട്രേറ്റ്. അതിൻ്റെ എൻഡ് എന്താണ്? പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ എൻസൈമിനും അതിൻ്റേതായിട്ടുള്ള സബ്സ്ട്രേറ്റ് ഉണ്ട്. ഓരോ സബ്സ്ട്രേറ്റിനും രാസപ്രവർത്തനം ഏർപ്പെടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എൻസൈമുകളുണ്ട്. റൈബോസൈംസ്, ന്യൂക്ലിക് ആസിഡ്സ് ദാറ്റ് ബിഹേവ് ലൈക്ക് എൻ എൻസൈം. Enzymes forms tertiary structure. ഈ എൻസൈംസ് ടെർഷ്യറി സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ചില കുഴികളും ഒക്കെ ഉണ്ടാവും, പോക്കറ്റ്സ് ഉണ്ടാവും. ദേ ആർ കോൾഡ് ആക്റ്റീവ് സൈറ്റ് ഇൻ ടു വിച്ച് സബ്സ്ട്രേറ്റ്സ് ആർ ഫ്യൂസ്ഡ്. ഓക്കെ. കെമിക്കൽ കോമ്പൗണ്ട്സ് അണ്ടർഗോ 2 types of changes. ഒന്ന് ഫിസിക്കൽ ചേഞ്ചസ്, മറ്റൊന്ന് കെമിക്കൽ ചേഞ്ചസ് ദാറ്റ് യു നോ. The rate is called velocity if the direction is specified. The rate of physical and chemical process are influenced by temperature. Rates doubles or decreases by half for every 10 degrees Celsius changes in their direction. Rate of enzymes catalyze reaction is very high. That is, carbonic anhydrase is the fastest enzyme. It accelerates the following reactions in 10 million times. നമുക്ക് എൻസൈംസിൻ്റെ പ്രവർത്തനം നമ്മൾ പറഞ്ഞു. കെമിക്കൽ റിയാക്ഷൻസിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കലാണ്. ഏറ്റവും വേഗതയിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന ഫാസ്റ്റസ്റ്റ് എൻസൈം എന്ന് പറയുന്നത് കാർബോണിക് എൻഹൈഡ്രേസ് ആണ്. പഠിച്ചോളണം, കാർബോണിക് എൻഹൈഡ്രേസ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് എൻസൈം. കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈംസ് കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷനാണ് ഇത്. വെരി സിമ്പിൾ. കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ചേർന്നിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാവും. ഈ കാർബോണിക് ആസിഡ് ഉണ്ടാകുന്ന റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് കാർബോണിക് എൻഹൈഡ്രേസ്. കാർബോണിക് എൻഹൈഡ്രേസ് ചേർത്താൽ ഈ കെമിക്കൽ റിയാക്ഷൻസ് 10 million times വേഗതയിൽ കൂടുതലായിട്ട് നടക്കും. In the absence of the enzyme, only 200 molecules of carbonic acids are formed in an hour. In the presence of carbonic anhydrase, 6 lakhs molecules are formed per second. തമ്മിൽ വ്യത്യാസം കണ്ടോ? കാർബോണിക് എൻഹൈഡ്രേസ് എൻസൈം ചേർക്കുമ്പോഴും ഇല്ലാത്തപ്പോഴും ഉണ്ടാകുന്ന വ്യത്യാസം പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഇനി എൻസൈംസ് എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്? എൻസൈംസ് ആക്ട് വിത്ത് സബ്സ്ട്രേറ്റ്സ് ലൈക്ക് എ ലോക്ക് ആൻഡ് കീ മോഡൽ. എൻസൈംസ് എന്താ ചെയ്യുന്നത്? സബ്സ്ട്രേറ്റിനെ ഹോൾഡ് ചെയ്യും. ഇപ്പോൾ 2 സബ്സ്ട്രേറ്റുകൾ രാസപ്രവർത്തനം ഏർപ്പെടുന്നുണ്ടെങ്കിൽ എൻസൈംസ് അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ, എൻസൈംസിന് സബ്സ്ട്രേറ്റുകളെ ഹോൾഡ് ചെയ്യാൻ ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. ആ ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എൻസൈമിൻ്റെ ഷേപ്പിന് അനുയോജ്യമായിരിക്കും. അതുകൊണ്ട് അനുയോജ്യമല്ലാത്ത ഒരു സബ്സ്ട്രേറ്റിന് ഒരു എൻസൈം ഒരിക്കലും ബൈൻഡ് ചെയ്യില്ല. ഏതുപോലെ ലോക്ക് ആൻഡ് കീ പോലെ, ഓരോ ലോക്കിനും കീ ഉണ്ട്, ഓരോ കീക്കും ലോക്ക് ഉണ്ട് എന്ന് പറയും പോലെ ഓരോ എൻസൈമിനും കണക്കായിട്ടുള്ള സബ്സ്ട്രേറ്റ് ഉണ്ടാവും. ആ സബ്സ്ട്രേറ്റിന് അത് ഹോൾഡ് ചെയ്തിട്ട് അതിന് പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റും. Enzymes act like substrate lock and key model. It includes the following steps. Substrate bind to the active site of the enzymes. This induces some chemical changes in the enzyme so that the substrate tightly bound to the active site of the enzyme to form enzyme substrate complex. The active site breaks chemical bonds of the substrate to form enzyme product complex. The enzyme releases the product and free enzyme is ready to bind to the molecules of the substrate. അപ്പോൾ ആദ്യം എൻസൈമും സബ്സ്ട്രേറ്റും ബൈൻഡ് ചെയ്യും. എന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. അപ്പം ഈ സബ്സ്ട്രേറ്റിൻ്റെ ചില കെമിക്കൽ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായിട്ട് മാറും. അപ്പോൾ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാവും. പിന്നീട് എൻസൈം പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യും. എൻസൈം ഫ്രീ ആവും, പ്രോഡക്റ്റ് ഫ്രീ ആവും. ഈ എൻസൈമിന് നമുക്ക് കൂടുതൽ രാസപ്രവർത്തനങ്ങൾക്ക് സെയിമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഒരിക്കലും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന എൻസൈംസിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കുക. How do enzymes speed up a chemical reaction? ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ആക്ടിവേഷൻ എനർജി ഉണ്ട്. എന്താ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ അഡീഷണൽ എനർജി റിക്വയർഡ് ടു സ്റ്റാർട്ട് എ കെമിക്കൽ റിയാക്ഷൻ. In an exothermic or endothermic reaction, the substrate must go through much higher energy state. This is called a transition state. ഇപ്പോൾ നമുക്ക് അറിയാം, 2 രാസവസ്തുക്കൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവയുടെ എനർജി നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം. എനർജി കൂട്ടി ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോഴാണ് ഈ സബ്സ്ട്രേറ്റ് റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഉണ്ടാവുക. അപ്പോൾ സാധാരണ സ്റ്റേറ്റിൽ നിന്നും ഈ സബ്സ്ട്രേറ്റുകൾ ഹൈ എനർജി സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവ പ്രോഡക്റ്റായിട്ട് മാറുള്ളൂ. അപ്പോൾ സാധാരണ സ്റ്റേറ്റിൽ നിന്നും ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് സബ്സ്ട്രേറ്റുകൾ എത്തിക്കാൻ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന എനർജിയാണ് എന്ത് വിളിക്കുക? ആക്ടിവേഷൻ എനർജി എന്ന് പറയും. ഏത് എനർജി സ്റ്റേറ്റിൽ വെച്ചിട്ടാണോ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്നത്, ആ എനർജി സ്റ്റേറ്റിനെയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുക. ഇപ്പോൾ ഈ 2 വാക്കുകൾ ഓർത്തോളണം, ട്രാൻസിഷൻ സ്റ്റേറ്റും ആക്ടിവേഷൻ എനർജി. അപ്പം എൻസൈംസ് ഇല്ലാത്ത
രാസപ്രവർത്തനമാണെങ്കിൽ ഒരുപാട് ആക്ടിവേഷൻ എനർജി കൊടുക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് സബ്സ്ട്രേറ്റുകൾ എത്തി പ്രോഡക്റ്റായിട്ട് മാറുള്ളൂ. പക്ഷേ എൻസൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എൻസൈംസ് തുടക്കത്തിൽ തന്നെ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് പിടിച്ച് താഴ്ത്തി കഴിയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ആക്ടിവേഷൻ എനർജി വളരെ കുറച്ച് മതി. അപ്പോൾ വേഗതയിൽ രാസപ്രവർത്തനം നടന്ന് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാവും. നമുക്കിവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട്. എൻസൈംസ് ഇല്ലാത്ത രാസപ്രവർത്തനമാണെങ്കിൽ അവയുടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇത്രയും ഉയരത്തിലാണ്. അപ്പോൾ അത്രയും ആക്ടിവേഷൻ എനർജി നമ്മൾ കൊടുത്താൽ മാത്രമേ പ്രോഡക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. എന്നാൽ എൻസൈംസ് ആഡ് ചെയ്ത രാസപ്രവർത്തനമാണെങ്കിൽ അവയുടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് തൊട്ട് താഴെ തന്നെയുണ്ട്, പിടിച്ച് താഴ്ത്തും. അപ്പോൾ ആക്ടിവേഷൻ നമ്മൾ കുറച്ച് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ഇതാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. ക്ലിയർലി വൃത്തിയായിട്ട് അത് നോക്കി പഠിക്കണം, വരക്കാനും പറ്റണം. ഇനി എൻസൈംസിൻ്റെ പ്രവർത്തനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്താണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ എൻസൈമാറ്റിക് റിയാക്ഷൻ? 3 ഉള്ളത്. ഒന്ന് ടെമ്പറേച്ചർ, pH, പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ്. പിന്നെ മറ്റൊന്ന് പറയാവുന്ന പ്രസൻസ് ഓഫ് എൻ ഇൻഹിബിറ്റർ കൂടെ പറയാം. ടെമ്പറേച്ചർ, pH, കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ്. ചിലപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഓരോ എൻസൈമിനും നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വേണം. ആ ടെമ്പറേച്ചറായിരിക്കും എൻസൈം ഏറ്റവും സ്പീഡിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തുക. അപ്പം അറ്റ് വാട്ട് ടെമ്പറേച്ചർ എൻസൈമാറ്റിക് ആക്ഷൻ ഈസ് മാക്സിമം, ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. At what pH an enzymatic reaction is maximum, that is what is called optimum pH. അപ്പോൾ ഈ വാക്ക് പഠിച്ചോണം, ഒപ്റ്റിമം എന്ന് പറയുന്ന വാക്ക് പഠിച്ചോണം. ഒപ്റ്റിമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടണമെന്നില്ല, ചിലപ്പോൾ കുറഞ്ഞു എന്ന് വരാം ഒപ്റ്റിമത്തിലും കൂടിക്കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഈ 3 ഘടകങ്ങൾ പഠിച്ചോളണം, ടെമ്പറേച്ചറും pHഉം പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്ട്രേറ്റ്. അതുകൊണ്ടാ ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്തുന്നവരെ കെമിക്കൽ റിയാക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. ഒപ്റ്റിമം ടെമ്പറേച്ചർ മാക്സിമമായി പിന്നെ കൂടിക്കഴിഞ്ഞാൽ കുറയും.